രാവിലെ എന്തായാലും അത്തമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ചെടി പരിപാലനമായി. അത് എന്നും ഉള്ളതാണ് ചെടിയുടെ അടുത്തുള്ള പരിപാലനം. അതെന്തായാലും ഇന്ന് കാണിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ നിത്യകല്യാണി അലമ്പായി കിടക്കുമായിരുന്നു. അതിനെ എന്തായാലും സാഫിലൊക്കെ ഇട്ടൊന്ന് കുളിപ്പിച്ചെടുത്തിട്ട് കൊണ്ട് കുഴിച്ച് വയ്ക്കുവാണ്. അങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് വന്നാൽ മതിയായിരുന്നു. ഇവിടെയാണെങ്കിൽ നമ്മൾ ഈ ബോൾസൊക്കെ ഷെയ്ഡിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കും. മുറ്റത്തോട്ട് കൊണ്ടുവന്ന് ഇറക്കാൻ പറ്റത്തില്ലല്ലോ, അത് അലമ്പായി പോകത്തില്ല. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒന്ന് വേരൊക്കെ വന്ന് വെച്ചിട്ട് ഒന്ന് ഓക്കെ ആയിട്ട് നമ്മൾ വെളിയിലോട്ട് ഇറക്കത്തുള്ളൂ. ഇവിടെ തന്നെയാണെങ്കിൽ ഇന്ന് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഓണക്കളിയാണ് അവൻ കളിച്ചുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, അവന് ഉള്ള വാലി പിടിച്ച് കളിക്കുകയാണ്. അപ്പോൾ അവ അവിടെ കിടന്ന് തുള്ളിക്കൊണ്ട് നിൽക്കട്ടെ. നമ്മൾ എന്തായാലും ഇന്ന് പരൂർ പോയിട്ടുണ്ടായിരുന്നു. കാരണം പൂക്കളൊക്കെ മേടിക്കണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പരൂർ പോയി കുറച്ച് പൂക്കളൊക്കെ മേടിച്ചു. നമ്മുടെ വീട്ടിലെ പൂവിട്ടിടാം എന്നായിരുന്നു പ്ലാൻ. എങ്കിലും ഇന്ന് അത്തമൊക്കെ ഇട്ടു. നാളെ അവിടെ നിന്നൊക്കെ ആകുമ്പോൾ വെച്ച് കൂടി തോനെയും കാണുമല്ലോ, നല്ല പൊളിയായിരിക്കത്തില്ലേ. അങ്ങനെ അവിടെ നിന്നും കൂടി മേടിച്ചുകൊണ്ട് വന്നു. ഇഞ്ചി നാരങ്ങയൊക്കെ വെച്ച് എന്തായാലും എല്ലാവരും തലേന്ന് തന്നെ ഇത് വേവിച്ച് വെക്കും, ഇഞ്ചി നാരങ്ങയും. അതുപോലെ നമ്മൾ ഇന്ന് നേരത്തെ അങ്ങ് വേവിച്ച് വെച്ചു. മറ്റേത് ഇന്ന് രാത്രി കിടക്കാൻ നേരത്ത് 9-10 മണിക്കാണ് ഇഞ്ചി നാരങ്ങ വെപ്പ്. ഇന്ന് എന്തായാലും നേരത്തെ വെച്ചു. ഞാനും അമ്മയും കൂടി പൂവൊക്കെ ഇറുത്തിടാനായിട്ട് നിൽപ്പുണ്ട്. അമ്മയോട് ഇറുത്തോണ്ട് നിൽക്കുവാണ്. അപ്പോൾ ഞാനും കൂടി പോയി ഇനി ഇറുത്ത് കൊടുക്കട്ടെ. നല്ല അരളിപ്പൂ, നല്ല കളർ. ഈ കളറുള്ള അരളി ഞാൻ കണ്ടിട്ടേ ഇല്ല. നല്ല രസം. ഇതിൻ്റെ ഒരു കമ്പ് കിട്ടിയെങ്കിൽ കുഴിച്ച് വെക്കാമായിരുന്നു.